പ്രൈസ് ദി ലോർഡ്. 134 സങ്കീർത്തനം 1 വാക്യം. അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം കർത്താവ് നമ്മുടെ ധ്യാനത്തിനായി നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രത്യേകം വിഭാഗം ജനങ്ങളെ കണ്ടുകൊണ്ട് കർത്താവ് വിളിക്കുന്ന വിളി ദാവീദിൻ്റെ ആ സങ്കീർത്തനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുകയാണ്. ചില വ്യക്തികളെ കർത്താവ് വിളിക്കുകയാണ്. അല്ലയോ സകല ദാസന്മാരുമായുള്ളവരെ. ആ ദാസന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ യഹോവയുടെ ആലയത്തിൽ രാത്രി കാലങ്ങളിൽ നിൽക്കുന്നവരാണ്. രാത്രി കാലങ്ങൾ എന്ന് തിരുവചനം നമ്മോട് പറയുമ്പോൾ അത് പകലും രാത്രിയും എന്നുള്ളൊരു സമയക്ലിപ്തമല്ല കാണിക്കുന്നത്. ഏതോ ഒരു പ്രത്യേക കാലഘട്ടത്തെ, രാത്രി കാലങ്ങളെ, ചില ടൈംസിനെ അല്ലെങ്കിൽ ചില സീസൺസിനെ എടുത്ത് നമ്മളോട് പറയുകയാണ്. ഈ കാലങ്ങളിൽ നിനക്ക് യഹോവയുടെ ആലയത്തിൽ ഇരിക്കുന്നവനല്ല, കിടക്കുന്നവനല്ല, അല്ലെങ്കിൽ കണ്ടും കൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല, യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന കാവൽക്കാരനായി ദൈവം നിന്നെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോട് ദൈവത്തിന് അറിയിക്കുവാൻ ചില സന്ദേശങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. രാത്രിയുടെ കാലങ്ങളെക്കുറിച്ച് ധാരാളം അർത്ഥങ്ങൾ തിരുവചനത്തിലുണ്ട്. പ്രസ്തുത വചനത്തെ എന്തിക്കൊണ്ട് പല പ്രാവശ്യം നാം വചനത്തെ ധ്യാനിച്ചിട്ടുള്ളതാണെങ്കിലും ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിൽ വരുമ്പോൾ ചില പ്രത്യേക അവസ്ഥയിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, ദൈവത്തിൻ്റെ ആലയത്തിൽ നിൽക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന എന്താണെന്ന് ദൈവം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് സംസാരിക്കുവാൻ ചില സന്ദേശങ്ങൾ നമുക്ക് കാണും. ദൈവത്തിന് സ്തോത്രം. 91 സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ വായിക്കുന്നു. രാത്രിയിൽ ഇങ്ങനെ വായിക്കുന്നത്, രാത്രിയിലെ ഭയം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. ഈ 2 അർത്ഥങ്ങൾ മാത്രം ഇന്ന് എടുത്തുകൊണ്ട് നമുക്ക് തിരുവചനത്തെ ചിന്തിക്കാം. ഒന്ന്, രാത്രിയിൽ ഭയം. നിന്റെ ജീവിതത്തിലെ ഭയപ്പാട് നിനക്ക് സമ്മാനിക്കുന്നതായ നിമിഷങ്ങൾ, അതാണ് നിന്റെ ജീവിതത്തിലെ രാത്രി. ജോലിയെക്കുറിച്ചുള്ളതായ ഭയം, രോഗത്തെക്കുറിച്ചുള്ളതായ ഭയം, മരണഭയം, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളതായ ഭയം, അവരുടെ ഭാവിയെക്കുറിച്ചുള്ളതായ ഭയം, നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ളതായ ഒരു ഭയം, നിന്റെ ജീവിതത്തിലെ ആവശ്യങ്ങളെക്കുറിച്ചുള്ളതായ ഭയം, നിന്റെ കടങ്ങളെക്കുറിച്ചുള്ളതായ ഭയം, നിന്നെ ആഴ്ത്തി എങ്ങോട്ടാണ് നിന്നെ കൊണ്ടുപോകുന്നറിയാതെ ഒരു സെർട്ടാനിറ്റി ഇല്ലാത്ത, അൺസെർട്ടാനിറ്റി, ഒരു നിശ്ചയമില്ലാത്ത രീതിയിൽ നിന്നെ ഉന്തി തള്ളിക്കൊണ്ട് പോകുന്ന ആ ഒരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. നിനക്ക് തന്നെ അറിയില്ല എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴും അങ്ങനെയുള്ളതായ തരുണത്തെ ദൈവത്തിൻ്റെ ആത്മാവ് വിളിക്കുകയാണ് രാത്രി. അതിനുശേഷം ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഒടുക്കിക്കളയുവാൻ, നിന്റെ സമൂഹത്തെ ഒടുക്കിക്കളയുവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ ഒടുക്കിക്കളയുവാൻ, നിന്റെ തലമുറകളെ ഒടുക്കിക്കളയുവാൻ, നിന്റെ ഭവനത്തെ ഒടുക്കിക്കളയുവാൻ, നിന്നെ പ്രത്യാശയില്ലാത്തവനാക്കി മാറ്റുവാൻ, നിന്നെ ഒരു കാശിനും കൊള്ളാത്തവനായി മാറ്റുവാൻ നിന്റെ കൂടെ വട്ടം കൂട്ടി നടക്കുന്നതായ മഹാമാരികളുണ്ട്. ലോകത്തിൽ നിന്നിതിന് അപമാനിതനുമായി നിന്നെ തകർത്ത് കളയുവാൻ രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരികൾ. ഇതെല്ലാം രാത്രിയുടെ പ്രവൃത്തികളാണ്, ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ. അവരുടെ സഞ്ചാര സമയം രാത്രിയാണ്. അതിനെ ദൈവത്തിൻ്റെ വചനം വിളിക്കുന്നത് രാത്രിയുടെ ശക്തി, ഇരുട്ടിൻ്റെ ശക്തി, ഇരുട്ടിൻ്റെ അധികാരം. ഇരുളിൻ്റെ അധികാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കുള്ളതായ വരവിന് വേണ്ടി നിന്നെ സഹായിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ നാം ദൈവത്തിൻ്റെ ആലയത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ, കാവൽക്കാരാണ് സാധാരണ നിൽക്കുന്നത്. അവരെ ഓർത്ത്, അവരെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ വിളിക്കുകയാണ്. അല്ലയോ കാവൽക്കാരാ, രാത്രിയിലെ കാവൽക്കാരാ, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ നിൽക്കുന്നവനും നീ കണ്ണുനീരൊഴിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനുമാണോ? എങ്കിൽ ഇത് കേൾക്കുക. എന്താണെന്ന് പറയാമോ? വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കി നിന്റെ കരങ്ങളെ ഉയർത്തി നീ യഹോവയെ വാഴ്ത്തുവിൻ. അതെന്താണ് കരങ്ങളെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ? നീ നിനക്കെതിരായി പോരാടുന്ന ശത്രുവിനോട് നീ പറയണം, ജയം നിന്റെയാണ്, അവൻ്റെതല്ല, നീയാണ് ജയം എടുത്തിരിക്കുന്നതെന്ന് അവനോട് പറയണം. എങ്ങനെ?
അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ഈ സിയോൻ? ഇവിടെയാണ് ഒരു പ്രശ്നം, ഇവിടെയാണ് നാം കലങ്ങിപ്പോകുന്നത്, ഇവിടെയാണ് നാം തെറ്റിപ്പോകുന്നത്. സിയോനെ നീ ഒരു സ്ഥലമായി കാണുമ്പോൾ, ഒരു രാജ്യമായി കാണുമ്പോൾ, സ്വർഗത്തിലെ ഏതോ ഒരു പ്രത്യേക മണ്ഡലമായി കാണുമ്പോൾ അടിസ്ഥാനം തെറ്റിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം വേറൊരു രാജ്യത്തിനും വേറൊരു മണ്ഡലത്തിനും വേറൊരു വാസസ്ഥലത്തിനും നീ ഇട്ടുകളയുന്നതായ ഒരവസ്ഥ, കർത്താവിനെ കൊണ്ടുപോയി വേറൊരിടത്ത് കുഴിച്ചിടുന്നതായ ഒരു അനുഭവം. യെശയ്യാപ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പ്രവാചകനിൽ കൂടെ പ്രവചിക്കുകയാണ്, ഇതാ ഞാൻ സിയോനിൽ അടിസ്ഥാനമായി മൂലക്കല്ലും വിലയേറിയ കല്ലും ശോധന ചെയ്തതുമായ ഒരു കല്ലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. പ്രസ്തുത വചനം വിശുദ്ധ പത്രോസ് എടുത്തുകൊണ്ട് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് വായിച്ചു നോക്കുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ സിയോനും യെരൂശലേം എന്ന് പറയുന്നത് ഒരു സ്ഥലമായിരുന്നു, ഒരു രാജ്യമായിരുന്നു, ദാവീദിന്റെ തലസ്ഥാനമായിരുന്നു, ആലയം നിൽക്കുന്നതായ സ്ഥലമായിരുന്നു. അതിനെ ഖണ്ഡിച്ചും കൊണ്ട് പത്രോസ് സംസാരിക്കുകയാണ്, വിശ്വസിക്കുന്ന നിങ്ങൾക്കോ അവനാണ് വിലയേറിയവൻ. ആരെ? ക്രിസ്തു. ക്രിസ്തുവാണ് സിയോൻ, ക്രിസ്തുവാണ് മൂലക്കല്ല്, ക്രിസ്തുവാണ് ശോധന ചെയ്ത കല്ല്, ക്രിസ്തുവാണ് വിലയേറിയ കല്ല്. അവനിൽ പണിയപ്പെടുന്ന ആലയമാണ് നമ്മുടെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. അതായത് ക്രിസ്തുവിൽ കൂടെ കർത്താവ് ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവ സിയോനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ കാവൽക്കാരനായി, നമ്മുടെ സംരക്ഷകനായി, അവൻ മുഖാന്തരം നമുക്ക് വീണ്ടെടുപ്പുണ്ട്, അവൻ മുഖാന്തരം നമുക്ക് സംരക്ഷണമുണ്ട്. അല്ലയോ, രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായ സകലദാസന്മാരുമായുള്ളവരെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു നിയമമല്ല. സകല ദാസന്മാരെയും ദൈവത്തിന്റെ ആത്മാവ് കണ്ടുകൊണ്ട് അവരെ മാടി വിളിച്ചുകൊണ്ട് ഉണർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ യഹോവയുടെ ആലയത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ജയത്തെ അവകാശപ്പെടുക. നിങ്ങളുടെ ക്രിസ്തു, നിങ്ങൾ വിശ്വസിക്കുന്നവൻ, നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഓടിപ്പോകുകയില്ല. അവൻ ജയമെടുത്തിരിക്കുന്നു, അവൻ മരണത്തെ ജയിച്ചിരിക്കുന്നു, അവൻ പാപത്തെ ജയിച്ചു, അവൻ തോൽവികളെ ജയിച്ചു, പിശാചിന്റെ സകല തന്ത്രങ്ങളെയും അവൻ ജയിച്ചു എന്ന് അവനോട് അവകാശപ്പെടുക. നിങ്ങളും അവനിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. അവനിൽ അടിസ്ഥാനമിട്ടവൻ, ആ വിലയേറിയ കല്ലിൽ അടിസ്ഥാനമിട്ടവൻ ഓടിപ്പോകുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ വീണ്ടും നമ്മോട് സംസാരിക്കുന്നത്, അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന ജനമായി നാം മാറ്റപ്പെടുമ്പോൾ മാത്രമേ ഭയത്തെ വെല്ലുവാൻ കഴിയുകയുള്ളൂ. രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരികളെ കുറിച്ചുള്ളതായ ഒരു വലിയ വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. അവരുടെ രാത്രി യാമങ്ങളെക്കുറിച്ച്, അവരുടെ രാത്രി സഞ്ചാരത്തെക്കുറിച്ച്, നിന്റെ ജീവിതത്തിൽ അവൻ സഞ്ചരിക്കുന്ന മഹാമാരികൾ സഞ്ചരിക്കുന്ന പാത, അവൻ കൊണ്ടുവരുന്നതായ ഭയത്തിൻ്റെ ഓരോരോ വഴികളെക്കുറിച്ചുള്ളതായ ഒരു ദർശനം, അത് നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നിനക്കും നിന്റെ ജനത്തിനു വേണ്ടിയും കാവൽ നിൽക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയുള്ളവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ജയം നിനക്കുള്ളതാണ്, നീയാണ് ജയിച്ചത്. യേശുവിൻ്റെ നാമത്തിൽ ജയം നിനക്കാണ്. സിയോന്റെ നാമത്തിൽ ജയം നിനക്കാണ്. വിലയേറിയ കല്ലിന്റെ നാമത്തിൽ ജയം നിനക്കുള്ളതാണ്. വിശ്വസിക്കുന്നത് നിങ്ങൾക്കോ അവനാകുന്ന വിലയേറിയവൻ, അവനാകുന്ന മൂലക്കല്ല്, അവനാകുന്നു സിയോൻ, മറ്റൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഉപദേശം, നമ്മുടെ ജീവിതം, നമ്മുടെ ആദർശം, നമ്മുടെ ആവേശം, നമ്മുടെ സ്തുതി, നമ്മുടെ മഹത്വമൊക്കെയും ദൈവവചനത്തിലും ക്രിസ്തുവിനും മാത്രമായി തീരുമ്പോൾ അവൻ നമ്മുടെ കാവൽക്കാരനാകുന്നു, അവൻ നമ്മുടെ ജയമാകുന്നു, അവൻ നമ്മുടെ ജീവനാകുന്നു, അവൻ നമുക്ക് ദൂതനാകുന്നു, അവൻ നമ്മെ സന്തോഷിപ്പിക്കുന്നവനാകുന്നു, അവൻ നമ്മെ സംരക്ഷിക്കുന്നവനാകുന്നു. അവനിൽ കൂടെയുള്ളതായ അനുഗ്രഹം പൂർണ്ണമായി പ്രാപിച്ച് സംരക്ഷിക്കപ്പെടുന്നതായ ഒരനുഭവം ദൈവം നിനക്ക് നൽകുമാറാകട്ടെ. ഭയത്തിൻ്റെ കാലങ്ങളിൽ, മഹാമാരിയുടെ കാലങ്ങളിൽ നിന്നെ ഭയപ്പെടുത്തുന്നതായ രാത്രിയുടെ യാമങ്ങൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, തലമുറകളിൽ കടന്നു വരുമ്പോൾ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന കാവൽക്കാരനായി ദൈവം നിന്നെ മാറ്റുമാറാകട്ടെ. God bless you.